എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇലക്ഷനോട് ആഹ്, ഇടപെട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളുടെ 2026 നിയമസഭ ഇലക്ഷൻ നടക്കുകയാണ്. പലപ്പോഴും ഞാൻ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ഈ ചാനലിൽ പൂരങ്ങളും വേലകളും അതേപോലെ തന്നെ ആഹ്, ആഹ്, പെരുന്നാളുകളും പള്ളികളിലും ഇതെല്ലാം കവർ ചെയ്യാറ്. കൂടാതെ വെടിക്കെട്ടുകൾ ഇതെല്ലാമാണ് ഞാൻ കൂടുതൽ കവർ ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ നമ്മുടെ എൻ്റെ ഒരു അനുഭവം ഒന്ന് രണ്ട് വട്ടം ഉണ്ടായ അനുഭവം ഈ ഇപ്പം നടക്കാൻ പോകുന്ന ഇലക്ഷൻ ഉണ്ടായിരുന്ന അനുഭവം. ആദ്യം തന്നെ ഞാൻ ഇലക്ഷൻ കമ്മീഷനെ അഭിനന്ദിക്കുകയാണ്. അവര് ഇപ്രാവശ്യം ആഹ്, അതായത് അനധികൃതമായിട്ട് ഉള്ള പണമിടപാടുകൾ നടക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് പല ദിക്കുകളിലും അവര് ചെക്കിങ് ആരംഭിച്ചിട്ടുണ്ട്. അതിനെ 100% അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അത്തരത്തിലുള്ള പണമൊഴുക്കുകൾ ഒരുപാട് നമ്മുടെ ഇലക്ഷനെ സ്വാധീനിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഞാനിതിൻ്റെ ഒരു രണ്ട് പ്രാവശ്യം രണ്ടല്ല മൂന്ന് പ്രാവശ്യം ഞാൻ വഴിയിൽ പോകുമ്പോൾ എൻ്റെ കാറ് ഒരു വട്ടം കാറ് തടഞ്ഞു നിർത്തി. അത് കോലഴിയിൽ വെച്ചിട്ടാണ്, തൃശ്ശൂരുള്ള കോലഴി വെച്ചിട്ടാണ്. കോലഴിയുടെ ആ പാടത്താണ് ഇവര് 24 മണിക്കൂറും അവിടെ ഒരു അവിടെ ഒരു ടെന്റ് കെട്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. വാസ്തവത്തിൽ അതൊരു എനിക്കധികം ആദ്യം കണ്ടപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആദ്യ പരിണിത ഫലം എന്നത് ആഹ് ഏഹ് ആ വഴി കൂടെ പോണവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ചെക്കിങ് നടക്കേണ്ടത്. അപ്പൊ പിന്നെ ഒരിക്കലും ആ വഴിക്ക് കൂടെ പൈസയും കൊണ്ട് ഒരാളും വരില്ല. പിന്നെ വല്ല ഹവാലക്കാരല്ലാണ്ട് പലപ്പോഴും നമുക്കറിയാം ഹവാലക്കാരുടെ പൈസ പിടിച്ചുകൊണ്ടാണ് അതവര് പിടിക്കുമ്പോൾ ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ രാഷ്ട്രീയക്കാർക്കാന്ന് പറയും. അങ്ങനെയൊക്കെയാണ് പണ്ട് പതിവ്. യഥാർത്ഥത്തിലുള്ള ആ, പണമൊഴുക്കൊന്നും തടയാൻ ഒരാൾക്കും പെട്ടെന്ന് കാര്യമില്ല. കാരണം ഇലക്ഷൻ കുറെ മുന്നേ തന്നെ ഇതിന്റെ എല്ലാ ആരംഭങ്ങളും അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ പിന്നെ അതൊരു ബാധകമല്ല പ്രശ്നത്തില്. ഇലക്ഷൻ സമയത്തൊന്നും കാര്യമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. അതിന് മുന്നേ എത്രയോ മുന്നേ ഇതെല്ലാം അവര് ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ബൂത്തിന്റെ അടുത്തുള്ള ആരെങ്കിലും വീട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് ശരിക്കും ഹവാലക്കാരെയാണ് കൂടുതൽ ബാധിക്കുക. അപ്പൊ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാൻ, ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കാവശ്ശേരി പൂരത്തിന് പോകുമ്പോൾ ഇതേപോലെ സ്കൂട്ടറിലാണ് പോയിരുന്നത്. ആ സ്കൂട്ടറിൽ പോകുമ്പോൾ സ്കൂട്ടർ തടഞ്ഞു നിർത്തി. അപ്പൊ ഞാൻ വളരെയധികം, ഞാനൊരു സിറ്റിസനാണ്, ഞാൻ 100% അത്തരത്തിലുള്ള റോഡിനും കാര്യങ്ങളും സഹകരിക്കണം. അപ്പൊ എനിക്കതൊരു വളരെയധികം ആ സമയത്ത് എനിക്ക് വളരെയധികം നല്ലൊരു കാര്യമായിട്ട് തോന്നുകയും ചെയ്തു. രാത്രി ഒരു 11 മണിക്ക് 10 മണിക്ക് ശേഷമായിരുന്നു ഞാൻ പോയ 11 മണിക്ക് എന്നെ ചെക്ക് കൈ കാണിച്ചു. ഞാൻ വണ്ടി നിർത്തി. ചോദിച്ചു എന്താണെന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെക്കിങ് നടത്തുകയാണെന്ന് പറഞ്ഞു. എൻ്റെ വണ്ടി തുറന്ന് നോക്കി, ഒന്നും കണ്ടില്ല, പോകാനും പറഞ്ഞു. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷേ ഞാൻ പിന്നീട് കണ്ടത് കോലഴിയിൽ ഇതേപോലെ ഞാനൊരു എമർജൻസി കേസായിട്ട് പോവായിരുന്നു. അപ്പൊ വീണ്ടും എൻ്റെ കാർ അവര് അപ്പൊ കാറായിരുന്നു, കാറ് തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകണം, അതുകൊണ്ട് ഞാനൊരു സാധാരണക്കാരനാണ്, പോകാൻ പറ്റില്ല. ഇത് ഞാൻ കുറച്ച് റൂഡായിട്ടാണ് അപ്പ പെരുമാറിയത്. പറഞ്ഞു ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞാനൊന്നും പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഇതായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവർ ചെക്ക് ചെയ്തു, പറഞ്ഞു വിട്ടു. വാസ്തവത്തില് അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ മോനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പിക്കപ്പ് ചെയ്തിട്ട് വീണ്ടും വരുമ്പോൾ അതേ സ്പോട്ടിൽ വീണ്ടും അവര് കൈ കാണിച്ചു നിർത്തി. ഞാൻ പറഞ്ഞു ഞാനൊരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നിങ്ങൾ കൈ കാണിച്ചത് നിർത്തി. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് 24 മണിക്കൂർ നിങ്ങൾ ഇതേ ടെന്റ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഈ വഴിക്കൂടെ വരും. പിന്നെ വരുന്നവൻ ആദ്യം ഒരു കാർ വിടും, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തിരിച്ച് ഇതാവും. ആ വരുന്നവൻ അപ്പുറത്തുള്ള ഓട് വഴി കൂടെ പോകലുള്ളൂ. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ യഥാർത്ഥ ശുദ്ധി അതല്ല. അപ്പൊ അതിന്റെ അടുത്ത വഴിക്ക് അവിടുത്തെ ഒരു പോലീസുകാരനാണെന്നുള്ള വേഷത്തിലെ കണ്ടത്. അദ്ദേഹം പറഞ്ഞു ഓൾറെഡി കുറച്ച് കയർത്തിട്ടാണ് സംസാരിച്ചത്. വളരെ കുറച്ച് പേരത്തല്ല, കുറച്ചുകൂടെ കൊടുത്ത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾക്ക് ചെയ്യണം. അപ്പോൾ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഒരിക്കലും ഫുൾഫിൽ ആവുന്നില്ല. നിങ്ങൾ അതായത് ഏതെങ്കിലും ഊട് വഴിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഭാഗത്തൂടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ടെന്റ് മാറ്റി മാറ്റി നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്
പെടുള്ളൂ. അല്ലാതെ ഒരിക്കലും പിടിക്കപ്പെടില്ല. കാരണം വരുന്നവനറിയാം ഇന്ന സ്ഥലത്ത് അതായത് കഴിഞ്ഞ ഇത്രാം തീയതി മുതൽ ഇന്ന സ്ഥലത്ത് ഒരു 24 മണിക്കൂർ ചെക്കിംഗ് ഉണ്ടെന്ന് അറിയാം. ഒരിക്കലും പിടിക്കപ്പെടില്ല. എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു പ്രോസസ്സായിട്ട് മാറിക്കഴിഞ്ഞു. അവിടെ നിൽക്കുന്ന ഓഫീസേഴ്സും അവിടെ നിൽക്കുന്ന പോലീസുകാരൊക്കെ വളരെ കുറച്ച് റൂഡാണ്. അപ്പോൾ അവർക്ക് ആദ്യമേ പറയാം ഇങ്ങനെ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു ചെക്കിംഗ് ആണ്, ഞങ്ങളോട് സഹകരിക്കണം. അതൊരു മാന്യമായിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള അപ്രോച്ച് ഒന്നും ഇല്ല ഇവർക്ക്. പൊതുവെ നമുക്കറിയില്ല നമ്മുടെ കേരള പോലീസിന് ഒരുപാട് നല്ല പ്ലസ് പോയിന്റ്സ് ഉണ്ട്, മൈനസ് പോയിന്റ്സ് ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളോട് നിന്നുകൊണ്ട് ഒരു രൂപ പോലും നിങ്ങൾക്ക് പിടിക്കാനും കാര്യങ്ങൾ വരില്ല. വരുന്നവൻ പുറത്തോട്ട് റോഡ് വഴി കൂടെ ആവും പോകും. യാതൊരു സംശയമില്ല. കേരളത്തിന്റെ ഇഷ്ടപ്രകാരം മെയിൻ റോഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒരാളെ അങ്ങനെ പിടിക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ ഇവിടെ തന്നെ ചെക്കിങ് ചെയ്യേണ്ടതുള്ള കാര്യം. ആ വഴിക്ക് അവർ വരില്ലേ. അത് പറഞ്ഞപ്പോൾ അതൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. അതൊക്കെ ഞങ്ങളുടെ ഓഫീസേഴ്സ് അന്വേഷിച്ചു. അത്ര തന്നെ പറഞ്ഞു. അതായത് പൊതുജനത്തിന്റെ അഭിപ്രായങ്ങൾ എപ്പോഴും കൈയെടുക്കണം. എന്നാൽ നേരെ മറിച്ച് ആ വഴിക്ക് കൂടെ ഒരുപാട് പ്രചരണ വണ്ടികൾ പോകുന്നുണ്ട്. നമ്മൾ നോക്കാം, ഒരു കാൻഡിഡേറ്റിന്റെ പ്രചരണ വണ്ടി ആദ്യം ഒരു വണ്ടി പോവും അനൗൺസ്മെന്റ് ആയിട്ട്, അതിന്റെ പിന്നാലെ പ്രചരണ സ്ഥാനാർത്ഥി വരും, അതിന്റെ പിന്നിൽ രണ്ടോ മൂന്നോ കാറുകൾ ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് അവരെ തടഞ്ഞു നിർത്തുന്ന കാര്യം ധൈര്യമില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. പൊതുജനത്തിന് തടഞ്ഞു നിർത്തിയിട്ട് കുറച്ച് ശല്യപ്പെടുത്താനുള്ള എല്ലാ ഇതുമുണ്ട്. അപ്പൊ അതിന് വേണ്ടുന്ന ഇലക്ഷൻ കമ്മീഷനോട് നമുക്ക് എന്നെ പോലെ ഒരു സിറ്റീസിന് സജസ്റ്റ് ചെയ്യാനാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള ടെന്റ് അടിച്ചൊരു സ്ഥലം അത് എപ്പോഴും ഒഴിവാക്കുക. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഒരു റാൻഡം ഏരിയകളിൽ വന്ന് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ 100% അത് അതിലൊരു 10% വിജയം കാണും, അല്ലെങ്കിൽ 20% വിജയം കാണും. ഒരിക്കലും വിജയം കാണില്ല. ഒന്ന്, ഇത് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു ഇതായിട്ട് കഴിഞ്ഞ ഇലക്ഷനൊന്നും കണ്ടില്ല. ജനങ്ങൾക്ക് ഇലക്ഷനെ കൊണ്ട് ബുദ്ധിമുട്ടല്ല ഉണ്ടാവേണ്ടത്. ജനങ്ങൾക്ക് എപ്പോഴും, കാരണം ഇപ്പൊ ഇലക്ഷൻ വരെ പറഞ്ഞാൽ എല്ലാവർക്കും പേടിക്കണം വാസ്തവത്തിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, കഴിഞ്ഞ ഇലക്ഷൻ ഒന്നും കണ്ടത് മുനിസിപ്പൽ ഇലക്ഷനോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനോ സമയത്ത് കണ്ടില്ല കാര്യമായിട്ട്. ലോക്സഭ ഇലക്ഷനും കാര്യമായിട്ട് കണ്ടില്ല. അപ്പോഴാണ് അത് ആരംഭിച്ചത്. അതിനെ 100% അപ്രീഷിയേറ്റ് ചെയ്യണം. അങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. ഇവരെ തടഞ്ഞേ പറ്റൂ എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ അത് വേണ്ട രീതിയിൽ ആ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുവരണം. അല്ലാണ്ട് പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കാനല്ല. അതിനുശേഷം ഞാൻ അവരോട് കുറച്ച് തർക്കിക്കാൻ അവരൊന്നും കേൾക്കാൻ തയ്യാറല്ല. പൊതുജനത്തെ ഒരു വളരെയധികം, കാരണം നമുക്കറിയാം ഇലക്ഷൻ സമയത്താണ് ഇവിടുത്തെ ഓരോ സ്ഥാനാർത്ഥികളും വാസ്തവത്തിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥികളും ഓരോ പാർട്ടിക്കാരും നമുക്ക് തരുന്ന റെസ്പെക്ട് അത്രമാത്രം ഉള്ളൂ എന്നല്ല അവർക്ക് അറിയാം. അവർക്ക് അതായത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ജനതയാണ്, ഏറ്റവും വലിയ അധികാരവർഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ജനതയാണ്. ഇവിടുത്തെ പബ്ലിക്കാണ്. പബ്ലിക് വിചാരിച്ചാൽ മാത്രമേ എന്ത് കാര്യവും നടക്കുള്ളൂ. അപ്പോൾ പബ്ലിക്കിനെ ആകെ കൂടി റെസ്പെക്ട് ചെയ്യുന്നത് ഒരു സമയം എന്നത് ഇലക്ഷൻ സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചെക്കിങ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും. ഇതൊരു സജഷനാണ്. ഇത് ഒന്ന്, ഊടുവഴി, അതായത് റാൻഡമായിട്ട് ഉള്ള സ്ഥലങ്ങൾ, ഊടുവഴികളിലും മറ്റുള്ള സ്ഥലങ്ങളും ചെക്കിങ് നടത്തുക, പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കാതെ. രണ്ടാമതായിട്ട് ഇവരെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ യഥാർത്ഥ കാൻഡിഡേറ്റുകളുടെ ഉപചാപ വൃന്ദങ്ങളുണ്ട്. അവരെ കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതേപോലെ കാൻഡിഡേറ്റ് അവർ സഞ്ചരിക്കുമ്പോൾ അവരുടെ കൂടെ വരുന്ന കാറുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അവരുടെ അടുത്ത് ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ശരി, അതൊക്കെ അങ്ങനെ ഒരു ചെക്കിങ് നടപ്പാക്കണം. അതേപോലെ ഈ കിറ്റ് വിതരണം അങ്ങനെയുള്ളതൊക്കെ, ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതുകൂടാതെ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോ ഹരിത ഗ്രീൻ മൂവ്മെന്റ് ഉണ്ടായി. ഇപ്പോ അതില് ചപ്പുചവറ് വലിച്ചെറിയുന്ന ആളുടെ ഫോട്ടോ എടുത്ത് നമ്മളത് അയച്ചു കൊടുത്ത് അതില് ആ ആളെ പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ പിഴയ്ക്ക് ഇത്ര ശതമാനം കമ്മീഷൻ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആരെങ്കിലൊക്കെ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് പബ്ലിസിറ്റി ചെയ്യണം. അങ്ങനെ ഇൻഫർമേഷൻ തരുന്ന ആ വ്യക്തിക്ക് ഇതിന്റെ ഇത്ര ശതമാനം, അല്ലെങ്കിൽ ഒരു 30%, 40% കൊടുക്കും പറഞ്ഞാൽ ഒരുപാട് കേസുകൾ പുറത്തു വരും. ഒരു സംശയം വേണ്ട. അതൊരു സജഷനാണ്. പിന്നെ അതുപോലെ പൊതുവെ ജനം ആലോചിക്കുന്നത് നമ്മൾ ഇങ്ങനെ കാട്ടിക്കൊടുക്കണം, രാഷ്ട്രീയ പാർട്ടിക്ക് എന്നെ നമ്മളെ വിലക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിനെന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്ന് ഇൻഫോർമറെ 100% നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുക തന്നെ വേണം.
അത്തരത്തിലത് നീങ്ങിക്കഴിഞ്ഞാൽ നല്ലോണം ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ എന്ത് ഈ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കേണ്ടത് ആ കാൻഡിഡേറ്റിന്റെ കൂടെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ നിരീക്ഷിച്ചാൽ തന്നെ ഒരു 60-70% കേസുകൾ നമുക്ക് കണ്ടെത്താനും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒബ്ജക്റ്റീവ് 100% ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതല്ലാതെ പൊതുജനത്തെ വെറുതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള സോ കോൾഡ് ഒബ്ജക്റ്റീവ് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പോകുന്നില്ല. ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ്. അടുത്ത 9-ാം തീയതി വരെ നമ്മളിത് സഹിച്ചേ തീരും. അപ്പൊ എന്തെങ്കിലും അവിടുത്തെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് തട്ടി കയറും. കാരണം നമ്മളുടെ ഇവിടെയുള്ള ആൾക്കാരെ പൊതുവെ എല്ലാ ബ്യൂറോക്രാറ്റ്സും ഒരു ഇതാണ്, ഞാൻ ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, താൻ ആരാ ചോദിക്കാൻ, ആ രീതിയിലാണ് പലപ്പോഴും പെരുമാറ്റം കണ്ടിട്ടുള്ളത്. ഒരിക്കലും ആ പറയുന്ന ആളുടെ അത് എന്തിനാണ് പറയുന്നത്, ശരി നല്ലൊരു സജഷനാണ്, ഞങ്ങളത് എടുക്കാം എന്നല്ല. ഞാൻ ഇത്രയും കാര്യങ്ങള് അവരോട് അന്ന് പറഞ്ഞപ്പോ, താൻ ആരാ, തനിക്കെന്താ അതിന്റെ ആവശ്യം, ഞങ്ങളുടെ ഓഫീസേഴ്സ് തീരുമാനിക്കും. ഇപ്പോൾ പൊതുജനത്തിന് ഒരുപാട് അവർ കണ്ടും കാണുന്ന കാര്യങ്ങളാണ്. അത്തരത്തില് പൊതുജനത്തിന്റെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് 100% ഫുൾഫിൽ ചെയ്യും. ഞാൻ ഇത്രയും പറഞ്ഞത് ഇങ്ങനത്തെ എൻ്റെ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് അതിനുള്ള കുറച്ച് സജഷൻസ് ആണ്. ഇതിന് കമന്റ്സ് ഇട്ടാലും പൊങ്കാലയിടല്ലേ, ഇതെനിക്ക് തോന്നിയൊരു കാര്യം ഞാനത് പബ്ലിക്കായിട്ടൊന്ന് അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. Thanks a lot.